വേനൽക്കാലം ശക്തമായതോടെ എയർ കണ്ടീഷണർ ഉപയോഗം കേരളത്തിൽ മാത്രമല്ല ലോകമെമ്പാടും വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്. ചൂട് സഹിക്കാനാകാത്ത സാഹചര്യത്തിൽ AC ഇന്ന് പലർക്കും ഒരു ആഡംബരം മാത്രമല്ല മറിച്ചൊരു അനിവാര്യ ഉപകരണമായി മാറിയിരിക്കുന്നു. എന്നാൽ ഇതിന്റെ നേരിട്ടുള്ള ഫലം വീടുകളിലും ഓഫീസുകളിലും ഏറ്റവും കൂടുതൽ കാണുന്നത് വൈദ്യുതി ബില്ലിലാണ്. ഇന്ന് പല കുടുംബങ്ങളും നേരിടുന്ന പ്രധാന പ്രശ്നം മാസാന്ത വൈദ്യുതി ബിൽ കുത്തനെ ഉയരുന്നതാണ്. മുൻപ് 1500 മുതൽ 2000 രൂപ വരെയായിരുന്ന ബിൽ ഇപ്പോൾ പല വീടുകളിലും 4000 മുതൽ 6000 രൂപ വരെയോ അതിലും കൂടുതലായോ എത്തുന്ന സാഹചര്യം കാണാം. ഇതിന്റെ പ്രധാന കാരണം AC ഉപയോഗത്തിലെ മാറ്റമാണ്. പ്രത്യേകിച്ച് ദീർഘനേരം കുറഞ്ഞ താപനിലയിൽ AC പ്രവർത്തിപ്പിക്കുന്നത് വൈദ്യുതി ഉപയോഗം വളരെയധികം വർദ്ധിപ്പിക്കുന്നു. കംപ്രസർ കൂടുതൽ സമയം പ്രവർത്തിക്കേണ്ടി വരുന്നതിനാൽ വൈദ്യുതി ഉപഭോഗം കൂടുന്നു. AC എല്ലാം ഒരേ തരത്തിലുള്ളതല്ല എന്നതാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് വിപണിയിൽ പല തരത്തിലുള്ള ACകൾ ലഭ്യമാണ്. ആദ്യം വിൻഡോ AC. ഇത് പഴയതും അടിസ്ഥാനപരവുമായ മോഡലാണ്. ഒരു യൂണിറ്റായി ജനൽ ഭാഗത്ത് സ്ഥാപിക്കുന്നതാണ് ഇവ. ചെറിയ മുറികൾക്ക് അനുയോജ്യമായതാണെങ്കിലും കൂടുതൽ ശബ്ദവും കുറഞ്ഞ വൈദ്യുതി കാര്യക്ഷമതയും ഇതിന്റെ കുറവുകളാണ്. അടുത്തത് സ്പ്ലിറ്റ് AC. ഇന്ന് വീടുകളിൽ കൂടുതലായി ഉപയോഗിക്കുന്നത് ഇവയാണ്. ഇൻഡോർ യൂണിറ്റും ഔട്ട്ഡോർ യൂണിറ്റുമായി 2 ഭാഗങ്ങളായി പ്രവർത്തിക്കുന്നു. ഇത് കുറവ് ശബ്ദവും കൂടുതൽ തണുപ്പിക്കൽ കാര്യക്ഷമതയും നൽകുന്നു. ഇതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട സാങ്കേതിക മാറ്റമായത് ഇൻവെർട്ടർ AC ആണ്. ഇത് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന AC ആണ്. കംപ്രസർ വേഗത ആവശ്യത്തിനനുസരിച്ച് മാറുന്നതിനാൽ വൈദ്യുതി ഉപഭോഗം വളരെ കുറവാണ്. അതിനാൽ ദീർഘകാലത്തിൽ വൈദ്യുതി ബിൽ കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു. വലിയ കെട്ടിടങ്ങളിലും ഷോപ്പിംഗ് മാളുകളിലും ഉപയോഗിക്കുന്നത് സെൻട്രൽ AC സിസ്റ്റമാണ്. ഒരു കേന്ദ്ര സംവിധാനം ഉപയോഗിച്ച് മുഴുവൻ കെട്ടിടത്തിനും തണുപ്പ് നൽകുന്ന രീതിയാണ് ഇത്. വലിയ തോതിൽ കാര്യക്ഷമമായിരുന്നാലും സ്ഥാപിക്കൽ ചെലവ് കൂടുതലാണ്. ചെറിയ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് പോർട്ടബിൾ AC ആണ്. ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് മാറ്റി ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള ACകളാണ് ഇവ. എന്നാൽ തണുപ്പിക്കൽ ശേഷി കുറവായിരിക്കും. കൂടാതെ ചില വാണിജ്യ കെട്ടിടങ്ങളിലും ഓഫീസുകളിലും ഉപയോഗിക്കുന്നത് കാസറ്റ് AC ആണ്. സീലിംഗിൽ ഘടിപ്പിക്കുന്ന ഈ സംവിധാനം വായു 4 ദിശകളിലേക്കും വിതരണം ചെയ്യുന്നതിനാൽ സമാനമായ തണുപ്പ് ലഭിക്കുന്നു. ഇതുപോലെ ഡക്റ്റഡ് AC സിസ്റ്റവും ഉണ്ട്. മറച്ചിട്ട പൈപ്പുകൾ വഴി മുഴുവൻ കെട്ടിടത്തിലേക്കും തണുത്ത വായു എത്തിക്കുന്ന ആധുനിക സംവിധാനമാണ് ഇത്. ആഡംബര ഫ്ലാറ്റുകളിലും പ്രീമിയം കെട്ടിടങ്ങളിലുമാണ് കൂടുതലായി കാണുന്നത്. ഇവയെല്ലാം മനസ്സിലാക്കുമ്പോൾ വ്യക്തമാണ് AC ഉപയോഗം ഇന്നൊരു ലളിതമായ ഉപകരണ നിലയിൽ നിന്ന് വളരെ ആധുനിക സാങ്കേതിക വിദ്യയിലേക്കാണ് മാറിയിരിക്കുന്നത്. എന്നാൽ ഇതെല്ലാം ഉണ്ടായാലും പ്രധാന പ്രശ്നം മാറുന്നില്ല: വൈദ്യുതി ബില്ലിന്റെ വർധനവ്. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ AC ഉപയോഗത്തിലെ ചെറിയ മാറ്റങ്ങൾ പോലും വലിയ വ്യത്യാസമുണ്ടാക്കും. ഉദാഹരണത്തിന് 16 മുതൽ 18 ഡിഗ്രി വരെ താപനിലയിൽ AC സെറ്റ് ചെയ്യുമ്പോൾ കംപ്രസർ കൂടുതൽ പ്രവർത്തിക്കേണ്ടി വരും. ഇതാണ് വൈദ്യുതി ബിൽ ഉയരാൻ പ്രധാനമായ കാരണം. വിദഗ്ധർ നിർദ്ദേശിക്കുന്നത് 24 മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില നിലനിർത്തുന്നതാണ് ഏറ്റവും സമതുലിതമായ ഉപയോഗം. ഇതിലൂടെ ആശ്വാസവും വൈദ്യുതി ലാഭവും ഒരുമിച്ച് ലഭിക്കും. ഇവിടെ ഒരു പ്രധാന ചോദ്യം ഉയരുന്നു: AC ഇല്ലാതെ ചൂട് നിയന്ത്രിക്കാൻ കഴിയുമോ? പൂർണ്ണമായി ഇല്ലെങ്കിലും വലിയ തോതിൽ കുറയ്ക്കാൻ കഴിയും. നല്ല വായുസഞ്ചാരം ഉറപ്പാക്കൽ, ക്രോസ് വെന്റിലേഷൻ, കനത്ത കർട്ടനുകൾ ഉപയോഗിച്ച് സൂര്യപ്രകാശം തടയൽ, മേൽക്കൂരയിലെ ചൂട് കുറയ്ക്കുന്ന രീതികൾ എന്നിവ ഇതിൽ പ്രധാനമാണ്. സീലിംഗ് ഫാൻ, ഇൻവെർട്ടർ ഫാൻ എന്നിവ ശരിയായി ഉപയോഗിച്ചാൽ AC ഉപയോഗം തന്നെ കുറയ്ക്കാൻ കഴിയും. പല വീടുകളിലും രാത്രി സമയത്ത് ഫാൻ മാത്രം ഉപയോഗിച്ചാൽ മതിയാകുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന പ്രവണത ഇൻവെർട്ടർ AC സാങ്കേതിക വിദ്യയാണ്. സാധാരണ ACകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് 30% മുതൽ 50% വരെ വൈദ്യുതി ലാഭം നൽകുന്നു. കംപ്രസർ ആവശ്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നതിനാൽ അനാവശ്യ വൈദ്യുതി ഉപഭോഗം കുറയുന്നു. ഇതിനൊപ്പം സ്മാർട്ട് AC സംവിധാനങ്ങളും വ്യാപകമാകുന്നു. മൊബൈൽ ആപ്പ് വഴി നിയന്ത്രണം, ടൈമർ സജ്ജീകരണം, സ്വയം താപനില ക്രമീകരണം, മനുഷ്യ സാന്നിധ്യം തിരിച്ചറിയുന്ന സെൻസറുകൾ എന്നിവ ഇതിന്റെ ഭാഗമാണ്. ഇതിലൂടെ വൈദ്യുതി ലാഭം കൂടുതൽ മെച്ചപ്പെടുന്നു. എന്നാൽ ഒരു പ്രധാന കാര്യം നമ്മൾ മറക്കരുത്: AC ഉപയോഗം മാത്രം പ്രശ്നമല്ല, വീടുകളുടെ രൂപകൽപ്പനയും പ്രധാനമാണ്. ശരിയായ നിർമ്മാണ ശൈലിയില്ലെങ്കിൽ എത്ര കാര്യക്ഷമമായ AC ഉപയോഗിച്ചാലും വൈദ്യുതി നഷ്ടം ഉണ്ടാകും. ഇന്ന് പുതിയ വീടുകളിൽ കൂൾ റൂഫ് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നു. ചൂട് പ്രതിഫലിപ്പിക്കുന്ന മേൽക്കൂര സാമഗ്രികൾ ഉപയോഗിച്ച് വീടിന്റെ താപനില സ്വാഭാവികമായി കുറയ്ക്കുന്ന രീതിയാണ് ഇത്. ഇതോടെ AC ആശ്രയം കുറയ്ക്കാൻ കഴിയും. കൂടാതെ മരങ്ങൾ നട്ട് നിഴൽ വർദ്ധിപ്പിക്കൽ, പ്രകൃതിദത്ത വായുസഞ്ചാര സംവിധാനം, ശരിയായ കെട്ടിട രൂപകൽപ്പന എന്നിവയും ഭാവിയിലെ വീടുകളിൽ പ്രധാന ഘടകങ്ങളാകും. നഗരങ്ങളിലെ ചൂട് വർധനവ് വലിയ പ്രശ്നമായി മാറുന്നതിനാലാണ് ഇത് ആവശ്യമായത്. ഇനി മറ്റൊരു പ്രധാന വിഷയമാണ് പരിസ്ഥിതി ബാധ്യത. പഴയ ACകളിൽ ഉപയോഗിക്കുന്ന ചില വാതകങ്ങൾ പരിസ്ഥിതിക്ക് ഹാനികരമാണ്. ഇത് ആഗോള താപനത്തിനും ഓസോൺ പാളി നാശത്തിനും കാരണമാകാം. അതിനാൽ പരിസ്ഥിതി സൗഹൃദ വാതകങ്ങൾ ഉപയോഗിക്കുന്ന പുതിയ സംവിധാനങ്ങളിലേക്കുള്ള മാറ്റം അനിവാര്യമാണ്. ഇതെല്ലാം ചേർത്ത് നോക്കുമ്പോൾ ഭാവിയിലെ AC ഉപയോഗം വളരെ വ്യത്യസ്തമായിരിക്കും. AC ഇനി ഒരു സാധാരണ തണുപ്പിക്കൽ ഉപകരണമല്ല, മറിച്ച് സ്മാർട്ട്, പരിസ്ഥിതി സൗഹൃദ, വൈദ്യുതി കാര്യക്ഷമമായ ഒരു സിസ്റ്റമായി മാറും. അതേസമയം ജീവിതശൈലിയിലെ ആശ്രയത്വവും കുറയ്ക്കണം.
AC ഇല്ലാതെ കഴിയാൻ പറ്റില്ല എന്ന നിലയിലേക്ക് പോകാതെ പ്രകൃതിദത്ത തണുപ്പ് മാർഗങ്ങളും ഒപ്പം ഉപയോഗിക്കണം. കാരണം ദീർഘകാലത്തിൽ ആരോഗ്യവും പരിസ്ഥിതിയും സാമ്പത്തികവും എല്ലാം ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവസാനമായി പറയേണ്ടത്, ചൂട് കൂടുന്ന ലോകത്തിൽ AC ഒരു സൗകര്യമാണ്. പക്ഷേ അതിന്റെ ഉപയോഗം ഉത്തരവാദിത്തത്തോടെ ബുദ്ധിപൂർവ്വം സമതുലിതമായി ആയിരിക്കണം. ശരിയായ താപനില, ശരിയായ പരിപാലനം, ശരിയായ ബദൽ മാർഗങ്ങൾ ഇതെല്ലാം ചേർന്നാൽ മാത്രമേ വൈദ്യുതി ബിൽ നിയന്ത്രിക്കാനും സ്ഥിരതയുള്ള ജീവിതശൈലി ഉറപ്പാക്കാനും കഴിയൂ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.